ചങ്ങായിമാരെ നമ്മളെ സംഘി സ്വാമി ഉണ്ടല്ല വീണ്ടും വന്നിട്ടുണ്ട്. വായ തുറന്ന പച്ച വർഗീയതയും പിന്നെ സംഘി സുഖിപ്പിക്കലും മാത്രം പറഞ്ഞ ശാന്താനന്ദ മഹർഷി എന്ന സംഘി സ്വാമി വീണ്ടും വന്നു. കുറച്ചു കാലം മുന്നേയുള്ള മൂപ്പർ വന്നിട്ട് വാവർ സ്വാമിനെ തീവ്രവാദിനൊക്കെ വിളിച്ചിട്ട് ഏറിപ്പോയതാണ്. ഇപ്പോഴല്ല വീണ്ടും വന്നിട്ടുണ്ട്. അതും ഏറിപ്പോകാൻ വേണ്ടി തന്നെയാണ്. എന്തായാലും നമുക്ക് നമ്മളെ സംഘി സ്വാമി പുതിയതായിട്ട് പറഞ്ഞ പച്ച വർഗീയതയും കുറെ പൊട്ടത്തരങ്ങളും ഒന്ന് കേട്ടിട്ട് വന്നാലോ? എന്തു പറ്റി സ്വാമിജി, ഈ ഒരു മതത്തോട് മാത്രം ഇത്തരം ഒരു അവജ്ഞയും? നോക്കൂ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും അതുപോലെ വിശ്വാസങ്ങളെയും ഒക്കെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് കൂടും, കാശ് കിട്ടും, ഇങ്ങനെയുള്ളൊരു ബിസിനസ്സിൻ്റെ ചിന്ത കൂടി അതിനകത്തുണ്ട്. പിന്നെ ഹിന്ദുവിനെ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും പറയുന്നവർക്കും ചെയ്യുന്നവർക്കും ഒരു നഷ്ടവും വരാൻ പോണില്ല. അവർക്ക് വളരെ സേഫായിട്ട് തന്നെ ഇവിടെ ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പ്. പക്ഷേ അത് ഹിന്ദുവിൻ്റെ ഗുണമാണ്, അവൻ്റെ ക്ഷമയാണ്, അവൻ്റെ സംസ്കാരമാണ് എന്നുള്ളത് ഇവർ അറിയുന്നില്ല. ആ ക്ഷമയും ഗുണവും സംസ്കാരവും ഈ സമൂഹത്തിൽ നിലനിന്ന് പോകുന്നതിൻ്റെ കാരണം ഇവർ ആക്ഷേപിക്കുന്ന സംഘിയോ ഹിന്ദുവോ നമ്മുടെ സനാതന ധർമ്മവുമാണ്. അതുകൊണ്ടാണ് ഇവരിന്നിവിടെ ജീവിച്ചിരിക്കുന്നത് എന്ന് കൂടി പറയാൻ യാതൊരു മടിയുമില്ല. കാരണം അവർ ഈ ചൂണ്ടുന്ന വിരലൊക്കെ തന്നെ ഇവിടുത്തെ ഇസ്ലാമിനെതിരെ എന്തുകൊണ്ട് ചൂണ്ടുന്നില്ല? ഇതാണ് എൻ്റെ സംശയം. കാരണം നാളെ അവർ ഇവിടെ ജീവിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അവർ ഒരുപക്ഷെ പ്രവർത്തിക്കുന്ന ആ പ്രസ്ഥാനങ്ങളിൽ അവരുണ്ടാവില്ല. അതിലുണ്ടായാലും അവരിറങ്ങി ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് കഴിയില്ല. അവരുടെ പ്രസ്ഥാനങ്ങൾ പൂട്ടിക്കെട്ടേണ്ടി വരും. അങ്ങനെ ധാരാളം വെല്ലുവിളികളും ജീവന ഭീഷണിയും ഉണ്ടാകുന്ന സാഹചര്യം ഹിന്ദുവിനെ അല്ലാതെ മറ്റ് മതസ്ഥരെ പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകും. എന്റെ സംഘി സ്വാമി ഹിന്ദു മതത്തിനെ കുറ്റം പറഞ്ഞതിന്റെ 1000 മടങ്ങ് അധികം ഉണ്ടല്ല മുസ്ലിം മതത്തെ ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട്. എന്നിട്ട് അവരൊക്കെ ഉണ്ടല്ല ഈ റോഡിലൂടെ നടന്നും ഇരുന്നും ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഹാർപ്പിക് ഹുസൈനും ജാമിദൊക്കെ പോലുള്ള പച്ച വർഗീയവാദികൾ. അവരൊക്കെ ഉണ്ടല്ല മുസ്ലിം മതത്തെ വിമർശിക്കുകയല്ല ചെയ്യുന്നത്, മുസ്ലിം മതം ഉണ്ടല്ല വൃത്തികെട്ട രീതിയിൽ അവഹേളിക്കുക ചെയ്യുന്നത്. എന്നിട്ട് അവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല എന്റെ സംഘി സ്വാമി. നേരെ മറിച്ച് ഹിന്ദു മതത്തെ വിമർശിച്ച എത്ര ഹിന്ദുക്കളാ നിങ്ങളെ സംഘികൾ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ സംഘി സ്വാമി ഉണ്ടല്ല ദയവ് ചെയ്ത് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പച്ചക്കള്ളം തട്ടിവിടാൻ പാടില്ല. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്റെ സംഘി സ്വാമി ഉണ്ടല്ല ഭയങ്കരമായ ഒരു കോമഡി പറഞ്ഞു. അതായത് ഹിന്ദുവിന്റെ സംസ്കാരവും ഹിന്ദുവിന്റെ ക്ഷമയൊക്കെ നിലനിന്ന് പോകുന്നത് സംഘികൾ ഉള്ളത് കൊണ്ടാണെന്ന്. എന്താണ് എന്റെ സംഘി സ്വാമി നിങ്ങൾ ഇമാതിരി പൊട്ടത്തരങ്ങൾ പറയുന്നത്? ഹിന്ദുവും സംഘികളും തമ്മിൽ എന്ത് ബന്ധമാണ് എന്ന് പറഞ്ഞു തരും നിങ്ങൾ. സംഘികൾ ഉള്ളത് കൊണ്ട് ഹിന്ദുവിന് ഏതെങ്കിലും ഒരു ഹിന്ദുവിനുണ്ടായ ഒരു ഉപകാരം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? ഈ സംഘികൾ ഉണ്ടാകുന്നതിന് മുന്നേ ഉണ്ടല്ല നിങ്ങളെ BJPക്ക് ഭരണം കിട്ടുന്നതിന് മുമ്പിലെ ഇവിടെ ഹിന്ദുക്കളുണ്ടല്ല നല്ല സന്തോഷത്തോടെയും നല്ല സമാധാനത്തോടെയും കിടന്നുറങ്ങിയതാണ്. എപ്പോ തൊട്ട് നിങ്ങളെ സംഘികൾ വളരാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഹിന്ദുക്കളുണ്ടല്ല ഏറ്റവും കൂടുതൽ മനസമാധാനം ഇല്ലാതായിപ്പോയത് ഹിന്ദുക്കൾക്ക് തന്നെയാണ്. എന്നിട്ട് സംഘി സ്വാമി തള്ളി വിടേന്ന് സംഘികൾ ഉള്ളത് കൊണ്ടാണ് ഹിന്ദു ക്ഷമയും സംസ്കാരവും ഒക്കെ ഉള്ളവനായെന്ന്. എന്ത് തള്ളാതെന്റെ സ്വാമി. പിന്നെ സ്വാമി ഉണ്ടല്ല വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഹിന്ദുവിന്റെ ആചാരത്തെ ആരൊക്കെയോ തള്ളിപ്പറയുന്നുവെന്ന്. എന്റെ സ്വാമി ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണമെന്ന് ആദ്യമായിട്ട് ആരാണ് പറഞ്ഞത്? RSSകാരാണ് ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾ പ്രവേശിക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. എന്നിട്ട് ലാസ്റ്റ് കോടതി വിധി വന്നപ്പം സ്ത്രീകളൊക്കെ പ്രായം നോക്കാതെ സ്ത്രീകളൊക്കെ പ്രവേശിക്കട്ടെ എന്ന് കോടതി വിധി വന്നപ്പം നിങ്ങൾ RSS സംഖ്യയിലില്ല ഒറ്റയടിക്ക് പ്ലേറ്റിംഗ് മാറ്റി. എന്നിട്ട് അതിനുശേഷം ഇവിടെ നടന്ന എല്ലാ പ്രശ്നത്തിന്റെയും കാരണമുണ്ടല്ല നിങ്ങളെ സംഖ്യകളാണ്. അതുകൊണ്ടാണ് നിങ്ങളിട്ടില്ല ഇവിടെ 8 നിലയിൽ പൊട്ടിപ്പോയത്. അതുകൊണ്ട് ഹിന്ദുവിന്റെ വിശ്വാസത്തെയും ഹിന്ദുവിന്റെ ആചാരത്തെയും തള്ളിപ്പറയുന്നത് ആരാണെന്ന് നിങ്ങൾ തൽക്കാലം ഉണ്ടല്ല ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ വരണ്ടാട്ടാ. നമുക്ക് സംഘി സ്വാമിയുടെ അടുത്ത കുരുപൊട്ടൽ കൂടി കേട്ടിട്ട് വന്നാലോ? അതുപോലെ തന്നെ ഹിന്ദുവിന് കാണിക്കുന്ന പൈസ എടുത്ത് മറ്റുള്ളവർക്ക് പെൻഷൻ കൊടുക്കുക, മദ്രസയ്ക്ക് ശമ്പളം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ടല്ലേ. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കൾ ഉണർന്നേ മതിയാകൂ എന്നുള്ളതാണ്. ഹിന്ദു ഒരു വിധത്തിലും സംഘടിക്കില്ല എന്നുള്ളൊരു വിചാരം വളരെ സ്ട്രോങ് ആയി തന്നെ ഇവരുടെയൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹിന്ദു എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ജാതികളായി മാറി നിൽക്കേണ്ട ആവശ്യം, പല ജാതികളായി തട്ടുകളിൽ നിന്നുകൊണ്ട് മത്സരിക്കുകയും തമ്മിലടിക്കുകയും ചെയ്യേണ്ടുന്ന ആവശ്യം ഇവിടുത്തെ പാർട്ടിക്കാണുള്ളത്, ഇവിടുത്തെ മാധ്യമങ്ങൾക്കാണുള്ളത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മുടെ കേരളത്തിലെ ഇന്ന് കാണുന്ന ഇടത് വലത് പാർട്ടികൾ ഏതെങ്കിലും ഹൈന്ദവ ജാതികൾ ഒരുമിക്കുന്നതിന് യാതൊരു തരത്തിലും അവർ യാതൊരു അനുകൂലമായ നിലപാടെടുക്കില്ല എന്ന് മാത്രവുമല്ല അതിനെ എങ്ങനെയൊക്കെ ടോർപ്പിഡോ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ ടോർപ്പിഡോ ചെയ്യും. ഈ നേതാക്കന്മാരെ എങ്ങനെയൊക്കെ പ്രലോഭിപ്പിക്കാനും എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്താനും കഴിയുമോ ആ വഴികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഹൈന്ദവ ഐക്യം സാധ്യമാകാതിരിക്കുവാൻ വേണ്ടി ജാതി സംഘടനകളെ അവർ അകറ്റി നിർത്തുക തന്നെ ചെയ്യും. ഇതിന്റെ ഫലമായി ദുർബലമാകുന്ന ഇവിടുത്തെ ഹിന്ദുവാണ്. എന്റെ സ്വാമിജി ഉത്തരേന്ത്യയിലൊക്കെ ഹൈന്ദവനെ ദുർബലാക്കുന്നുണ്ടല്ല നിങ്ങളെ സംഘികൾ തന്നെയാണ്. അവിടെ ഹിന്ദുവിനെ പല ജാതിയാക്കിയിട്ട് ദളിതരെ തൊട്ടുകൂടാത്തവരാക്കിയിട്ട് ഉന്നത കുലക്കാരെ പ്രീണിപ്പിച്ച് ജീവിക്കുന്നത് അവിടുത്തെ സംഘികൾ തന്നെയാണ്. അതായത് അവിടെ ഹിന്ദുവിനെ വിഭജിച്ചിട്ട് മുതലെടുപ്പ് നടത്തുന്നത് നിങ്ങളെ സംഘികൾ തന്നെയാണ്. ഇനി എന്റെ സ്വാമിജി ഉണ്ടല്ലോ നേരെ ഉത്തരേന്ത്യയിലേക്ക് വിടുക. എന്നിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ ഉന്നത കുലക്കാരൊക്കെ പറയണം ഇനി ഇവിടെ ദളിതനുമില്ല ഉന്നത കുലയില്ല, ഒരൊറ്റ പേര് ഹിന്ദു, നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കണമെന്ന് നിങ്ങളുണ്ടല്ല ഉന്നത കുലക്കാരോട് ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ. പിന്നെ അവിടെ സ്വാമിജീനെ കാണാൻ വേണ്ടി സ്വാമിയുടെ പൊടി പോലും
പൊടി പോലും ഉണ്ടാവില്ല. സ്വാമിജി ഉണ്ടല്ല അനിസ്പ്രേന്റെ പരസ്യം പോലെ ആയി പോകും. സ്വാമിജി ഉണ്ടല്ല സമാധിയാകും. സമാധിയാകുന്നല്ല, സ്വാമിജീനെ സമാധിയാക്കും. ആരാ സമാധിയാക്കുന്നറിയാം? ഉന്നത കുല ജാതിക്കാർ എന്റെ സ്വാമിജീനെ അവിടെ ഉണ്ടല്ല സമാധിയാക്കി കളയും. നേരെ നിർത്തിയിട്ട് സമാധിയാക്കി കളയും. അത് അറിയുന്നതാണ് എന്റെ സ്വാമിജി ഉണ്ടല്ല അവിടെ പോയിട്ട് ഉത്തരേന്ത്യയെ പറ്റി ഇമാതിരി വർത്തമാനമൊന്നും ഒരിക്കലും പറയില്ല. അതുകൊണ്ട് സ്വാമിജി ഉണ്ടല്ല ജാതിയും മതം എന്നും പറഞ്ഞിട്ട് ആരാണ് വിഭജിക്കുന്നതെന്നും അതിൽ ആരാണ് മുതലെടുപ്പെടുന്നതെന്നും നമ്മളെ പഠിപ്പിക്കാൻ നിൽക്കല്ലേ. പിന്നെ സ്വാമിജി ഉണ്ടല്ല സംഘികൾ പറയുന്ന സ്ഥിരം ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ട്. പച്ചക്കള്ളം മാത്രമേ നിങ്ങൾ പറയാറുള്ളൂ. അതായത് അമ്പലത്തിന്റെ പണം ഉപയോഗിച്ചിട്ട് ഉസ്താദുമാർക്ക് ശമ്പളവും പെൻഷനൊക്കെ കൊടുക്കുന്നുണ്ട്. എന്റെ സ്വാമിജി നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പച്ചക്കള്ളം വായ തുറന്ന പച്ചക്കള്ളം മാത്രം പറയുന്നതുകൊണ്ടാണ് ആരും നിങ്ങളെ മൈൻഡാക്കാത്തത്. അതായത് ഹൈന്ദവര് പോലും നിങ്ങളൊന്നും മൈൻഡാക്കാത്തത്. ഇങ്ങനെ കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് സ്വാമിജി എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാതിരി പച്ചക്കള്ളം വീണ്ടും 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 പറയാൻ വേണ്ടി കുറച്ച് നാണം വേണ്ടേ എന്റെ സ്വാമിജി? കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, വിവരവും ബോധമുള്ള എല്ലാവർക്കും അറിയാം, ഹൈന്ദവ ക്ഷേത്രത്തിലെ വരുമാനമുള്ള ഹൈന്ദവ ക്ഷേത്രത്തിലെ പണം ഉണ്ടല്ല വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളിലെ അവിടുത്തെ തന്ത്രിമാർക്കും ആ അമ്പലങ്ങളിലെ നടത്തിപ്പിനാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം. അതായത് വരുമാനമുള്ള ഹൈന്ദവ ക്ഷേത്രത്തിലെ പണം വരുമാനമില്ലാത്ത ഹൈന്ദവ ക്ഷേത്രത്തിനും ഹൈന്ദവർക്കും വേണ്ടി തന്നെയാണ് ചെലവഴിക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളൊക്കെ ഉണ്ടല്ല വായ തുറന്നാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് സ്വാമിജി ഉണ്ടല്ല ഇമാതിരി പച്ചക്കള്ളം ഉണ്ടല്ല സംഘികൾ തന്നെ വിശ്വസിക്കാതായി. അതുകൊണ്ട് ഇനി മാറ്റിയിട്ടുണ്ടല്ല പുതിയ എന്തെങ്കിലും ഒരു പച്ചക്കള്ളായിട്ട് ഇനി ഇങ്ങോട്ട് വാ. ഏത് നമുക്കുണ്ടല്ല വായ തുറന്ന പച്ചക്കള്ളും വർഗീയതയും മാത്രം പറഞ്ഞ ഈ സ്വാമിജി ഉണ്ടല്ല സ്വാമിമാരെ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കേട്ടാ നിങ്ങൾ ചിരിച്ച് പണ്ടടങ്ങും. നമുക്ക് അതും കൂടി കേൾക്കാം. ഇതൊന്നും ഹിന്ദുവിന്റെ ഒരു വീക്ക്നെസ് ആയി ദൗർബല്യമായി ഇത്തരക്കാർ കാണരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ വേളയിൽ സന്യാസി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം സന്യാസിയുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ ഒന്ന് കേൾക്കുമ്പോഴോ കാണുമ്പോഴോ ഉടനെ വികാരം കൊണ്ട് പ്രതികരിച്ച് അവർക്കെതിരെ അത്തരം നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതല്ല. അത് സന്യാസിയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ സംസ്കാരം, ഹിന്ദുവിന്റെ സംസ്കാരം. എന്റെ സംഘി വായ തുറന്ന പച്ച വർഗീയത മാത്രം പറഞ്ഞ നിങ്ങളുണ്ടല്ല ഹിന്ദുവിന്റെ സംസ്കാരം എന്നും സന്യാസിന്റെ സംസ്കാരം എന്നും ഒരിക്കലും നിങ്ങളെ വായ കൊണ്ട് പറയാൻ നിൽക്കരുത് കേട്ടാ. കാരണം ഉണ്ടല്ല നിങ്ങൾ പറഞ്ഞ പച്ച വർഗീയത ഉണ്ടല്ല ഒരു ഹൈന്ദവനും എന്തിന് സന്യാസിയില്ലേ യഥാർത്ഥ സന്യാസിയെന്നും നിങ്ങളെയൊന്നും ഒരിക്കലും അംഗീകരിക്കില്ല. അതായത് സ്വാമിജി നിങ്ങളുണ്ടല്ല വായ തുറന്നിട്ട് ഹിന്ദുവിന്റെ കാര്യങ്ങളും അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കൊണ്ടല്ല നിങ്ങളെ വായിന്ന് വരുന്നത് അന്യമത വിദ്വേഷമില്ലേ, അന്യമത വിദ്വേഷം മാത്രമാണ്. സ്വാമിജി വെറുതെ ഇരിക്കുമ്പോഴല്ല സ്വാമിജി പറയുന്ന കാര്യങ്ങൾ സ്വാമിജി തന്നെ കേട്ടു നോക്കി. അപ്പൊ സ്വാമിജിക്ക് തന്നെ തോന്നും നിങ്ങൾ എത്രമാത്രം പച്ച വർഗീയതയും വൃത്തികേടാ പറയുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നും. എന്റെ സ്വാമിജി ഒരാൾ സന്യാസിയാകുന്നുണ്ടല്ല കാമം ക്രോധം എന്റേത് എനിക്ക് എന്നുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ ഉപേക്ഷിക്കുമ്പോഴാണ്. അത് മാത്രമല്ല ഒരു സന്യാസി ഉണ്ടല്ല ലോക നന്മക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിനോ പ്രത്യേക ജാതിക്കോ വേണ്ടിയിട്ടല്ല എന്റെ സംഘി സന്യാസി പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് സംഘി സ്വാമി യഥാർത്ഥത്തിൽ ഹൈന്ദവനെ നന്നാക്കാനും ഹൈന്ദവനെ ഉണർത്താനാ നോക്കുന്നെങ്കിൽ ഹിന്ദുവിന്റെ കുറ്റമില്ലേ, ഹിന്ദുക്കൾ ചെയ്യുന്ന കുറ്റങ്ങളുണ്ടല്ല അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നല്ലതാക്കാൻ നോക്ക്. അല്ലാതെ മറ്റുള്ള മതങ്ങളെ കുറ്റം പറഞ്ഞിട്ടല്ല ഹിന്ദുവിനെ ഉണർത്തേണ്ടത്. ഇനി അതല്ല പച്ച വർഗീയത പറഞ്ഞിട്ട് ഹിന്ദുവിനെ ഉണർത്താനാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ അത് ഈ കേരളത്തിൽ എന്തായാലും വില പോകില്ല എന്റെ സംഘി സ്വാമി. അപ്പൊ ഒരിക്കൽ ഏറെ പോയിട്ട് വീണ്ടും വന്ന് പച്ച വർഗീയത പറഞ്ഞിട്ട് രണ്ടാമതും ഏറെ പോകാൻ റെഡിയായ എന്റെ സംഘി സ്വാമിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.